CPI ജനറൽ സെക്രട്ടറി പദവിയിൽ ഡി രാജ തുടരും. നിർവാഹക സമിതി യോഗത്തിലാണ് തീരുമാനം. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാം പ്രായപരിധി ബാധകമാക്കിയെങ്കിലും രാജയ്ക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചത്. ദേശീയ കൗൺസിലെടുക്കാതെ VS സുനിൽകുമാറിനെ വീണ്ടും തടഞ്ഞു. CPI പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കും. CPIയുടെ പുതിയ നേതൃത്വത്തെ ഇന്ന് ഉച്ചയോടെ തിരഞ്ഞെടുക്കാനിരിക്കെ 76-കാരനായ ഡി രാജയ്ക്ക് ഇളവ് നൽകാൻ നേതൃത്വത്തിൽ ധാരണയാവുകയായിരുന്നു. പ്രായപരിധി 75 എന്ന നിബന്ധന കർശനമാക്കണമെന്ന് കേരളം പൊതുചർച്ചയിൽ നിലപാടെടുത്തിരുന്നെങ്കിലും 3.5 മണിക്കൂറിലേറെ നീണ്ട നിർവാഹക സമിതിയിൽ കേരള ഘടകം മയപ്പെട്ടു. അതേസമയം സെക്രട്ടേറിയറ്റിലേക്കും കൗൺസിലിലും പ്രായപരിധി പാലിച്ച് പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് തീരുമാനം. യോഗത്തിൽ രാജവികാരാതീതനായതോടെ പദവിയിൽ തുടരാൻ വഴിതെളിഞ്ഞു. സെക്രട്ടറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർട്ടി കോൺഗ്രസ് പൂർത്തിയാകാതെ പ്രതികരണം നടത്തുന്നത് ശരിയല്ലെന്നായിരുന്നു രാജയുടെ പ്രതികരണം. Let Congress be over, then we will speak. Now it is not. As General Secretary, I should not speak on such matters when Congress is going on. പാർട്ടി കോൺഗ്രസ് ആരെയും സന്തോഷിപ്പിക്കാനല്ലെന്ന് ആനി രാജ പറഞ്ഞു. ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമുള്ളതല്ല. നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അടുത്ത 3 വർഷക്കാലത്തുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുകയും അതിനെ നയിക്കുന്നതിനുള്ള ഒരു ലീഡർഷിപ്പിനെ തെരഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൗർ സ്ഥാനമേറ്റെടുക്കുന്നതിൽ മൗനം പാലിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 പേർ ഒഴിയുന്ന സാഹചര്യത്തിൽ P. സന്തോഷ് കുമാർ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെത്തിയേക്കും. കൗൺസിലിലേക്ക് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. ഔദ്യോഗിക നേതൃത്വത്തോട് അകന്നു നിൽക്കുന്നതാണ് VS സുനിൽകുമാറിനെ വീണ്ടും അവഗണിക്കാൻ കാരണമായത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിലാണ് ഡി രാജയ്ക്ക് 3-ാം ഊഴത്തിന് വഴിതെളിഞ്ഞത്. വലിയ എതിർപ്പുകൾ യോഗത്തിൽ ഉയർന്നെങ്കിലും ഒടുവിൽ സമവായത്തിലെത്തുകയായിരുന്നു. ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.